പടച്ചോൻ നമ്മളെ പല രൂപത്തിലും പരീക്ഷിക്കും. അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നതും നമുക്ക് പരീക്ഷണമാണ്. നമുക്ക് പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങൾ മറ്റു തരുന്നതും നമുക്ക് പരീക്ഷണമാണ്. ഇങ്ങനെ പല രൂപത്തിലും അല്ലാഹു തആല പരീക്ഷണങ്ങൾ നമുക്ക് നൽകും. ഇപ്പോൾ റബ്ബ് നമുക്ക് നൽകുന്ന വിഷമങ്ങൾ, ആ വിഷമത്തിൽ നമുക്ക് പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല തരുന്നത്. നമ്മളെ ക്ഷമ മറ്റും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അല്ലാഹു തആല നമുക്ക് ഒരുപാട് സമ്പത്ത് തന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ, മറ്റു അനുഗ്രഹങ്ങൾ തന്നു. ഇതൊക്കെ അല്ലാഹു തആല നൽകുന്നത് നമ്മൾ എത്രത്തോളം ഈ അനുഗ്രഹത്തിൽ അള്ളാഹുവിനെ അറിയുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, നന്മ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാനാണ്. വിഷമങ്ങൾ തരുമ്പോൾ ആ വിഷമങ്ങൾക്കനുസരിച്ച് നമ്മൾ എങ്ങനെ നീങ്ങണം, റബ്ബിനെ നമ്മൾ അതിലൂടെ കണ്ടെത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നൽകുന്ന ജീവിതത്തിൽ ഈ ജീവിതമേ ഒരു പരീക്ഷണമാണ്, ദുനിയാവിലുള്ള ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. എന്നാൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലും വിഷമത്തിലും രണ്ടിലും നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്തുക എന്നതാണ് ഒരു അടിമയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ കുറേ മുമ്പ് പറഞ്ഞിരുന്നു, ദുനിയാവിലെ ജീവിതം, ഈ ജീവിതത്തിൽ നമ്മളെ സൃഷ്ടിച്ച് അല്ലാഹു തആല നമ്മോട് പറഞ്ഞത് ഇവിടെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ ചലനങ്ങളിലും നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ വിഷമത്തിലും നമുക്ക് അനുഗ്രഹമാകുമ്പോൾ നമുക്ക് വലിയ സന്തോഷകരം. നമുക്ക് വിഷമം വരുമ്പോൾ എനിക്ക് വിഷമം തന്നല്ലോ, ഇങ്ങനെ നമ്മളെന്താവും അവിടുന്ന് വേവരാതിപ്പെടും. അള്ളാഹുവിനോട് തന്നെ പരാതി പറയും, ജനങ്ങളോട് പരാതി പറയും, നമ്മളെ കാണുന്നവരോടൊക്കെ എനിക്കിങ്ങനെ ഇന്നാലിൻ്റെ വിഷമങ്ങൾ എന്ന് നമ്മളെന്താവും പരാതി പറയും. പക്ഷെ കിട്ടുന്ന ഈ നമുക്ക് ലഭിച്ച നമ്മുടെ ജീവിതത്തിൽ വന്ന ഈ ഒരു വിഷമത്തിൽ നമ്മൾ ദുനിയാവിൽ വെച്ചിട്ട് ക്ഷമിക്കുന്ന ആളാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, യവദ്ദു അഹ്ലുൽ ആഫിയ, ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല ഒരുപാട് ആഫിയത്ത് കൊടുത്ത, ഒരു പ്രയാസമല്ല, ശരീരത്തിന് വിഷമമില്ല, ഒന്നുമില്ല, അങ്ങനത്തെ ആളുകൾ, ആ ആളുകൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആഗ്രഹിക്കുത്തരെ. എന്തിനാണ് ആഗ്രഹിക്കുന്നത്? യൗമുൽ ഖിയാമത്തി ഹീന യുഅ്ത അഹ്ലുൽ ബലാഇ സവാബ്, ദുനിയാവിൽ വെച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് വിഷമം വന്നു, അവർക്ക് രോഗം കൊടുത്തു, കടങ്ങൾ കൊടുത്തു, ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികൾ കൊടുത്തു, ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ കൊടുത്തു. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല പരീക്ഷിച്ച ചില ആളുകൾ, ഈ ആളുകൾക്ക് അല്ലാഹു തആല കൊടുത്ത പരലോകത്ത് കൊടുക്കുന്ന മഹത്വവും പ്രതിഫലവും കണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഈ ജനങ്ങൾ, ദുനിയാവിൽ ഒരുപാട് സൗകര്യവും സുഖവും ആഫിയത്തൊക്കെ കൊടുത്ത ആളുകൾ ആഗ്രഹിക്കുത്തരെ. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? ലോ അന്ന ജുലൂദഹും കാനത്ത് ഖറലത്ത് ഫിദ്ദുനിയ ബിൽ മഖാരിദ്, ദുനിയാവിൽ വെച്ചിട്ട് ഓരോ തൊലി അവിടുന്ന് മുറിക്കപ്പെടുന്ന അസുഖങ്ങൾ, ശരീരം മുഴുവനും മുറിക്കപ്പെടുന്ന അസുഖങ്ങൾ, ഇങ്ങനത്തെ ഒരു വിഷമം എനിക്ക് അല്ലാഹു തആല തന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നാളെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദുനിയാവിൽ നിന്ന് ലഭിച്ച ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരാതി പറയുന്ന, എനിക്കങ്ങനെ തന്നിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നായിരുന്നു. ഇപ്പോൾ ഒരുപാട് അസുഖങ്ങളെ കൊണ്ട് വലയുന്ന ആളുകളുണ്ട് അല്ലേ? ക്യാൻസർ, ട്യൂമർ, ബ്ലഡ് ക്യാൻസർ, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ വന്ന് മുറിച്ച് മാറ്റപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ മാറാവ്യാധി, വയറ്റിൻ്റെ ഉള്ളിലൊക്കെ മാറാവ്യാധി രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ബന്ധത്തിൽ അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ദുനിയാവെന്ന് റബ്ബേ ഇതൊക്കെ ഒന്ന് ശിഫയായെങ്കിൽ, ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഇല്ലാത്ത പരീക്ഷണം ഇടങ്ങാറാണ്. പക്ഷേ ഇതിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ക്ഷമിച്ചു നിന്നാൽ നാളെ അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത് കണ്ട് ഈ ആളുകളെ തന്നെ അന്തംപ്പെടുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം അനുഗ്രഹം കിട്ടിയത്, എന്താണ് എനിക്ക് ഇത്രത്തോളം പ്രതിഫലം ലഭിക്കാനുള്ള കാരണം, ഇത് ഈ മനുഷ്യരിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അല്ലാഹു തആല പറയും, ഞാൻ എനിക്ക് അസുഖം തന്നില്ലേ, ഈ അസുഖത്തിൻ്റെ പേരിൽ ക്ഷമിച്ചില്ലേ, ഈ ക്ഷമിച്ചത് കൊണ്ടാണ് നിനക്ക് ഇത്രത്തോളം അനുഗ്രഹം, ഈ ഒരു വിഷമത്തിൻ്റെ പേരിൽ ക്ഷമിച്ചത് കൊണ്ടാണെന്ന് അല്ലാഹു തആല പറയും. ഇനി ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾ, അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ദുനിയാവിൽ കൊടുത്തിട്ട് ഓല് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവർക്കൊന്നും ഈ പ്രതിഫലമല്ല. അപ്പോൾ പറയാണ്, ദുനിയാവെന്ന് പഠിച്ചോനെ ഞങ്ങൾക്കും അങ്ങനത്തെ തന്നിരുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് ദുനിയാവിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും അല്ലേ, ഇപ്പോൾ നമുക്ക് ദുനിയാവിൽ ഒരു വിഷമം തന്നാൽ അതും നമുക്ക് അനുഗ്രഹമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതും അവനക്ക് അനുഗ്രഹമാണ്. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ഒരു വിഷമം തന്നു, ഒരു സന്തോഷം തന്നു, ഇതുമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓനക്ക് എന്താകരം? അനുഗ്രഹകരം. ഇപ്പോൾ സന്തോഷങ്ങൾ, സമ്പത്ത്, മറ്റു കാര്യങ്ങളൊക്കെ ഓന് തരുമ്പോൾ ഓൻ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കും, സ്നേഹിക്കും, ഉപകാരം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവനക്ക് അതിലൂടെ പ്രതിഫലം ലഭിക്കും അല്ലേ? എന്നാലോ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് രോഗം തരികയാണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുക? അതിന് ക്ഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളും ചെയ്യേണ്ടത് ആ ഒറ്റ കാര്യമാണ്. നമുക്ക് അല്ലാഹു തആല വിഷമങ്ങൾ തരുമ്പോൾ ആ വിഷമത്തിൻ്റെ പേരിൽ ക്ഷമിക്കുക. അല്ലാഹു തആല അനുഗ്രഹം തന്നാൽ ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുക്ർ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു വിശ്വാസി ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെയധികം മഹത്വമാണ്. ഇപ്പോൾ നമുക്ക് രോഗം തന്നാൽ അതിൻ്റെ പേരിൽ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാം.
നമുക്ക് തന്നെ അറിയാം, സുബർ എന്നാൽ, ക്ഷമ എന്ന് പറഞ്ഞാൽ ഈമാൻ്റെ ഒരു പകുതിയാണ്. ഇപ്പോൾ ഈമാനുള്ള ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ക്ഷമിക്കാനും കഴിയുള്ളൂ, അല്ലാത്ത ഒരാൾക്ക് ക്ഷമിക്കാൻ കഴിയില്ലല്ലോ. ഈമാനുണ്ടോ എന്നാൽ അവൻ്റെ മനസ്സിൽ ക്ഷമ ഉണ്ടാകുന്നതാണ്. അള്ളാഹുത്താല നമ്മളൊക്കെ ക്ഷമയുള്ളവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിഷമങ്ങൾക്ക് അള്ളാഹുത്താല ക്ഷമിക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു